എല്ലാ മിത്രങ്ങൾക്കും നമസ്കാരം. ചെസ് കംപ്ലിയൻ ജീവിത ദർശനങ്ങൾ പ്രതിപാദിക്കുന്ന സങ്കീർത്തനത്തിൽ കർമ്മങ്ങളെക്കുറിച്ചുള്ള മഹത്തരമായ ഈരടിയുണ്ട്. എന്തെന്നതല്ല എങ്ങനെയെന്നാകണം, ഉദ്ദേശമാത്മാർത്ഥത എന്നിവ പ്രധാനം. വർത്തമാന കാലഘട്ടത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന കർമ്മങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചുള്ള അമൂല്യ ജ്ഞാനം പകർന്നു നൽകുന്നതാണ് ഈ വരികൾ. ഈ കർമ്മയുഗത്തിൽ കർമ്മങ്ങളുടെ മഹിമ മൂലമാണ് ജീവിതം ധന്യമാകുന്നത്. മനസ്സിൽ ഉരുത്തിരിയുന്ന ചിന്തകളും വികാരങ്ങളും അവയുടെ തുടർച്ചയായി ഭവിക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമെല്ലാം കർമ്മമാണ്. ചെറുതും വലുതുമായ കർമ്മങ്ങളിൽ നാം നിരന്തരം ഏർപ്പെട്ടുവരുന്നു. നാം ഉപജീവനത്തിനായി ഏർപ്പെടുന്ന തൊഴിൽ കർമ്മമാണ്. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളേകുന്നതും അല്ലാത്തതുമായ പലതരം തൊഴിലുകളുണ്ട്. സാമൂഹ്യപരമായ ഈ ഉയർച്ച താഴ്ചകളല്ല യഥാർത്ഥത്തിൽ കർമ്മങ്ങളുടെ ശ്രേഷ്ഠത നിർണയിക്കുന്നത്. കർമ്മങ്ങൾ എന്തെന്നതല്ല, എങ്ങനെ നിർവഹിക്കുന്നു എന്നതിലാണ് അതിൻ്റെ മഹത്വം. എത്രമാത്രം ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ കർമ്മനിർവഹണം നടത്തി, സദുദ്ദേശത്തെ മാത്രം മുൻനിർത്തിയല്ലേ പ്രവർത്തിച്ചത്? എത്രമാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർമ്മം നിർവഹിച്ചു എന്നിവയാണ് കർമ്മപാലനത്തിലെ അതിപ്രധാന ഘടകങ്ങൾ. ഇവ നാലും അടങ്ങിയ ഉദ്ദേശശുദ്ധിയാണ് നാം സദാ പുലർത്തേണ്ടത്. കർമ്മങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, പ്രധാനമോ അപ്രധാനമോ ആകട്ടെ, എന്തിലും ബോധപൂർവം ഉദ്ദേശശുദ്ധി വളർത്തിക്കൊണ്ടുവരിക. മനസ്സിലെ ചിന്തകളും വികാരങ്ങളും പോലും ഇപ്രകാരം പവിത്രമാകണമെങ്കിൽ മനസ്സ് ശ്രേഷ്ഠതലത്തിലേക്ക് പരുവപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉള്ളും പുറവും ഒരുപോലെ സംശുദ്ധമാക്കാനാകണം നമുക്ക്. കർമ്മങ്ങൾക്കു പുറകെയുള്ള ഉദ്ദേശം എപ്പോഴും ധാർമ്മികവും പരമാവധി നിസ്വാർത്ഥവുമാകണം. വേണ്ടത്ര വിശ്വാസമില്ലാതെ സംശയബുദ്ധിയോടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതും ഒഴിവാക്കാം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും പരിപാലനവുമെല്ലാം അതീവ കൃത്യതയോടെ നിർവഹിക്കുന്ന പരമമായ ആ ശക്തി ചൈതന്യത്താൽ സദാ പ്രവർത്തനനിരതമായ സൂക്ഷ്മലോകമെന്ന സോഫ്റ്റ്വെയർ സംവിധാനം കർമ്മങ്ങളിലെ ഈ 4 ഘടകങ്ങളുമടങ്ങിയ ഉദ്ദേശശുദ്ധിയെ സദാ വിലയിരുത്തുന്നുണ്ട്. ഇപ്രകാരം കർമ്മപാലനത്തിലൂടെ നമ്മളിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം എത്തർ വഴി വരും ദിനങ്ങളിലേക്കുള്ള ബ്ലൂ പ്രിൻ്റുകളുടെ രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. കർമ്മങ്ങൾക്കനുസൃതമായി കർമ്മഫലം പോസിറ്റീവോ നെഗറ്റീവോ ആകാം. കർമ്മങ്ങൾ ശ്രേഷ്ഠമാകുക വഴി കർമ്മഫലങ്ങൾ പോസിറ്റീവായി തീരുകയും അവ നമ്മുടെ വരും ദിനങ്ങളെ ശുഭകരമാക്കുകയും നമ്മുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സംജാതമാക്കുകയും ചെയ്യും. ബാഹ്യത്തിൽ ഭാവിയിലേക്കായി കരുതലോടെ പ്രവർത്തിക്കുന്നതിൽ നാം ജാഗ്രത പുലർത്താറുണ്ട്. ഇതുപോലെ നല്ല നാളെകൾക്കായി കർമ്മങ്ങളെ ജാഗ്രതയോടെ നിർവഹിക്കാം. നന്ദി.